വയനാട് ഫണ്ട് പിരിവിൽ യൂത്ത് കോൺഗ്രസിൽ സംഘടനാ നടപടി. ഫണ്ട് പിരിവ് നടത്താത്ത നിയോജക മണ്ഡലം പ്രസിഡന്റുമാരെ സസ്പെൻഡ് ചെയ്തു. 50,000 രൂപയെങ്കിലും പിരിച്ചു നൽകാത്തവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്ന് നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. സലീം മാലിക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സലീമ, ഏതൊക്കെ നിയോജക മണ്ഡലം കമ്മിറ്റികൾക്കെതിരെയാണ് നടപടി? വിജയകുമാർ, സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസിനെ വലിയ പ്രതിരോധത്തിലാക്കിയ വിഷയമായിരുന്നു ഈ വയനാട് ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട്. വയനാട് വീട് വെച്ച് നൽകാനായി 30 വീട് യൂത്ത് കോൺഗ്രസ് വെച്ച് നൽകുമെന്ന് അവകാശപ്പെടുകയും പിന്നീട് അത് നടക്കാതിരിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിന്റെ ക്യാമ്പിൽ ഉൾപ്പെടെ, സംസ്ഥാന ക്യാമ്പിൽ ഉൾപ്പെടെ വലിയ വിമർശനം നേരിട്ടതാണ്. ആ വിഷയം സലീമ, ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. സലീമിന്റെ ശബ്ദം വ്യക്തമല്ല. ഈ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ വാർത്താക്കുറിപ്പ് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അവർ പറയുന്നത് സംഘടനാ പ്രവർത്തനത്തിൽ വീഴ്ച വരുത്തിയ താഴെ പറയുന്ന നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ പ്രസിഡന്റുമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നതാണ്. അതിൽ പെരിന്തൽമണ്ണ, മങ്കട, തിരൂരങ്ങാടി, തിരൂർ, താനൂർ, ചേലക്കര, ചെങ്ങന്നൂർ, കഴക്കൂട്ടം, കാട്ടാക്കട, കോവളം, വട്ടിയൂർക്കാവ് എന്നിവർക്കെതിരെയാണ് ഈ നടപടി. അത് സലീം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന വയനാട് ഫണ്ട് പിരിവിൽ യൂത്ത് കോൺഗ്രസിൽ നടപടി, അതാണ് നടപടിക്ക് കാരണം. സലീം കേൾക്കാമെങ്കിൽ വാർത്താക്കുറിപ്പിൽ പക്ഷെ കാരണം വ്യക്തമാക്കുന്നില്ലല്ലോ സലീം. വിജയകുമാർ, ഈ നേതൃത്വം പറയുന്നത്, അതായത് ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു നോട്ടീസ്, ഈ നിയോജക മണ്ഡലത്തിലെ 11 നിയോജക മണ്ഡലം പ്രസിഡന്റുമാർക്ക് നൽകിയിരിക്കുന്ന നോട്ടീസിൽ സംഘടനാ പ്രവർത്തനത്തിൽ വീഴ്ച വരുത്തിയ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അറിയിപ്പ്. പക്ഷേ നേതൃത്വം വ്യക്തമാക്കുന്നത് വയനാട് ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് 50,000 രൂപയെങ്കിലും പിരിച്ചു നൽകാത്ത നിയോജക മണ്ഡലം കമ്മിറ്റികൾക്കെതിരെയാണ് ഈ നിലയിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. 50,000 രൂപയെങ്കിലും പിരിച്ചു നൽകാൻ ഒരു കാലയളവ് നൽകിയിരുന്നു. ആ കാലയളവിനുള്ളിൽ ഇത്തരത്തിൽ ഈ നടപടിക്രമം പൂർത്തിയാക്കാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇവരെ പുറത്താക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഈ പുറത്താക്കപ്പെട്ട നിയോജക മണ്ഡലം പ്രസിഡന്റുമാരിൽ ചിലർ ഇപ്പോൾ ഒരു ആരോപണം ഉന്നയിക്കുന്നു. ഈ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. അത് ചോദ്യം ചെയ്തവർക്കെതിരെയാണ് ഈ നിലയിൽ നടപടി എന്നൊരു വിമർശനം ചില കോണുകളിൽ നിന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ പെരിന്തൽമണ്ണ, മങ്കട, തിരൂരങ്ങാടി, തിരൂർ, താനൂർ, ചേലക്കര, ചെങ്ങന്നൂർ, കഴക്കൂട്ടം, കാട്ടാക്കട, കോവളം, വട്ടിയൂർക്കാവ് ഇങ്ങനെ 11 നിയോജക മണ്ഡലത്തിലെ പ്രസിഡന്റുമാരെയാണ് നിലവിൽ പുറത്താക്കിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം. അതിനുശേഷം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾ എല്ലാവരും ചേർന്ന് വാർത്താ സമ്മേളനം വിളിക്കുകയും അത് വിശദീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. 83 ലക്ഷം രൂപ അക്കൗണ്ടിൽ, യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ ഇതുവരെ ഉണ്ട് എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത്. 30 വീടുകൾക്ക് ആവശ്യമായ 30 വീടുകൾ നിർമ്മിച്ചു നൽകാം എന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് ആ ഘട്ടത്തിൽ വാഗ്ദാനം ചെയ്തിരുന്നത്. പക്ഷേ ആ വീട് നിർമ്മാണമോ അതിന്റെ സ്ഥലം ഏറ്റെടുക്കലോ ഒരു വിധത്തിലും പൂർത്തിയാകാത്ത പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ക്യാമ്പിൽ ഉൾപ്പെടെ വലിയ വിമർശനം സംസ്ഥാന നേതൃത്വത്തിന് നേരിടേണ്ടി വന്നു. അതിന് പിന്നാലെയായിരുന്നു ഇവർ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണ വാർത്താ സമ്മേളനം വിളിച്ചത്. അതിൽ പറഞ്ഞത് സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്ത് നൽകാത്തത് കൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പുരോഗമിക്കാത്തത്. ഇനി KPCC നിർമ്മിച്ചു നൽകുന്ന വീടിനൊപ്പം യൂത്ത് കോൺഗ്രസും വീട് നിർമ്മിച്ചു നൽകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് സംഘടനയ്ക്കുള്ളിൽ തന്നെ വലിയ വിമർശനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ നടപടി ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഒരു കൃത്യസമയത്തിനുള്ളിൽ തന്നെ ഇത് ഫണ്ട് പിരിവ് പൂർത്തീകരിക്കാൻ കഴിയാത്തവർക്ക് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ 50,000 രൂപയെങ്കിലും കുറഞ്ഞത് പിരിച്ചു നൽകണം എന്നാവശ്യപ്പെട്ടിരുന്നു. അത് പിരിച്ചു നൽകാത്തവർക്കെതിരെയാണ് ഈ നടപടി എന്നുള്ളതാണ് നിലവിൽ പറയപ്പെടുന്നത്. വിജയകുമാർ, 50,000 രൂപയെങ്കിലും പിരിച്ചു നൽകാത്തവരെയാണ് സസ്പെൻഡ് ചെയ്തത് എന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ നടപടി നേരിട്ട കമ്മിറ്റിയിലെ പ്രസിഡന്റുമാർക്ക് മറ്റു ചില വാദങ്ങൾ ഉന്നയിക്കാനുണ്ട്. നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഈ ഫണ്ട് പിരിവ് വലിയ വിവാദമായി ചർച്ചയായിരുന്നു. നേതൃയോഗങ്ങളിൽ അത് ഉന്നയിക്കപ്പെടുകയും ഒക്കെ ചെയ്തതാണ്. സംസ്ഥാന പ്രസിഡന്റ് തന്നെ അതിന് മറുപടി പറയേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായതാണ്. അതിനൊടുവിലാണ് ഇപ്പോൾ ഈ നടപടിയും വരുന്നത്. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.